ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തമ്പനയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു പീസിനെ 1.5 മീറ്റർ ലെങ്ത്തുള്ള ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അതിനെ ഫോൾഡ് ചെയ്തിട്ടേക്കാണ് 2 പീസ് ഉണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്തതിൽ ഓക്കെ, മടക്കി ഇട്ടേക്കുന്നതിൽ കണ്ടോ, മേലെ ആണെങ്കിലും ആ 2 പീസ് കാണാം നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് കാണിക്കാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് കഴുത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പീസാണ് ഞാൻ അവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ സ്ലീവിനുള്ള ഒരു കട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. റെഗുലാൻ സ്ലീവ് എന്ന് പറയും, അതാണ് ഞാൻ അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കട്ടിങ് കൊടുത്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മളതിനെ മടക്കിയിട്ട് കൈയിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിരിക്കുകയാണ്. ബാക്കി നമുക്ക് ആ വിഡ്ത്തിൽ ആവശ്യമില്ലാത്ത പോർഷനും ലെങ്ത്തിൽ നമുക്ക് സമമാക്കി എടുക്കേണ്ട ഭാഗവും കണക്കാക്കി നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ലൂസ് നമുക്ക് എത്ര വേണോ അത് കണക്കാക്കിയിട്ടാണ് നമ്മളവിടെ ആ ലൂസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആ സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഞാനൊന്ന് മറിച്ചിട്ട് കാണിക്കുകയാണേ. കണ്ടോ, ഇങ്ങനെ നമുക്കൊരു ക്രോസായിട്ട് വരുന്ന രീതിയിലാണ് ആ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തും കൈയിൻ്റെ ഭാഗത്തും ആവശ്യത്തിലധികം ലൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടൈറ്റ് ഫിറ്റിംഗ് അല്ല, അവിടെ നമുക്ക് ഒരു എലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ചരട് മീൻസ് ഒരു ടാഗ് കൊടുക്കുന്ന രീതിയിൽ, കെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ചുരുക്ക് കൊടുക്കാവുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പാത്രത്തിന് ലൂസ് നമ്മൾ കഴുത്തും കൈയും വരുന്ന ആ ഷോൾഡർ വരുന്ന പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് നിവർത്തി എടുത്തതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ, അധികം ഒന്നും കുഴിച്ച് കട്ട് ചെയ്ത് പോയിട്ടില്ലാനും. ഓക്കെ, അപ്പോൾ ആ പീസിനെ ഞാൻ നിവർത്തിയെടുത്തതിന് ശേഷമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇത് സൈഡിൽ ഞാൻ എത്രത്തോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ആവശ്യത്തിലധികം ലൂസ് ആ സൈഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിവർത്തിയെടുത്താണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിവർത്തിയെടുത്തതിന് ശേഷം 2 കൈക്കുള്ള പീസാണ് ഞാനിപ്പോൾ അവിടെ കാണിച്ചു തരുന്നത്. 2 കൈയും നമുക്ക് ഇപ്പുറത്തെ പീസിൽ 2 ബോഡി പോർഷൻ, അതായത് ബാക്കും ഫ്രണ്ടും കണക്കാക്കി ബോഡി പോർഷനുമാണ് ഇരിക്കുന്നത്. കഴുത്ത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും എല്ലാം സെയിം ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കൈക്കുഴിയും അങ്ങനെ തന്നെയാണ്, ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എല്ലാം നമ്മൾ സെയിം ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസിനെല്ലാം നമ്മളൊന്ന് നിവർത്തി വെച്ച് ജോയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടുന്നത്. കണ്ടോ, റെഗ്ലാൻ സ്ലീവാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. കൈയിൻ്റെ അവിടെ കൈക്കുഴി നോർമലായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ക്രോസ് കട്ടിങ് പോലെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം രൂപം മനസ്സിലായല്ലോ. അപ്പോൾ കൈയിൻ്റെ ആ ഭാഗം ഷോൾഡറൊക്കെ ഭയങ്കര വിസ്താരത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കഴുത്തിൻ്റെ പോർഷനാണ് ഞാൻ ജസ്റ്റ് ഒരു 1/4 ഇഞ്ചിൽ മടക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഫ്രണ്ടിൽ ചെറിയൊരു വീക്കട്ട് പോലെ കൊടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കഴുത്തിൻ്റെ ആ പോർഷനിൽ നമുക്കൊരു ടാഗ് കൊടുത്ത് കെട്ടിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് ഇട്ട് എടുക്കാൻ പാകത്തിന് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലും കൂടി മടക്കിയെടുത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തേക്കാണ്. അപ്പോൾ ഷേപ്പിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് ആ ഉള്ള മെറ്റീരിയലിന് തന്നെ നമ്മൾ മടക്കി വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വീതി അല്ലെങ്കിൽ 3/4 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കഴിയുമ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ആ പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്കവിടെ ഒരു ടാഗിനുള്ള ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അവസാനം താഴെ ഭാഗമെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കൈയിൻ്റെ അവിടെയും എലാസ്റ്റിക് കൊടുക്കാൻ പാകത്തിനാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതായത് കൈയിൻ്റെ എൻഡിൽ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. താഴെ നമുക്കൊരു ലേസും കൂടി ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകുന്നത്. ഓക്കെ, കുറച്ചൊന്ന് സ്ലോ ആയിപ്പോയില്ലേ. ഓക്കെ, ഇതാണ് നമുക്ക് സ്ലീവ് വരുന്നത്. ഒരു 1/2 ഇഞ്ച് വിഡ്ത്തിലുള്ള എലാസ്റ്റിക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഞാൻ ടാഗാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ആ ടാഗ് അവിടെ കെട്ടിക്കൊടുക്കാനാണ് ആ വീക്കട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രൂപം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്രോപ്പ് ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതിന് താഴെ ഞാൻ ഒരു എലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീൻസിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ലൊരു ലുക്ക് കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചെടുക്കുന്ന ടോപ്പിനേക്കാൾ നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു ടോപ്പിനെയാണ് കിട്ടിയിരിക്കുന്നത്.
ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് വാങ്ങിച്ചതാണോ സ്റ്റിച്ച് ചെയ്താണോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.